നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അകാലിദൾ നേതാവും പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രിയുമായ സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ വെടിവെപ്പ്. അമൃത്സറിലെ സുവർണക്ഷേത്ര കവാടത്തിലാണ് ബാദലിന് നേരെ ആക്രമി വെടിയുതിർത്തത്. സ്ഥലത്തുണ്ടായിരുന്നവർ പ്രതിയെ കീഴ്പ്പെടുത്തി പോലീസിന് കൈമാറി. നാരായൺ സിംഗ് എന്നയാളാണ് വെടിവെച്ചത്. ആക്രമിയെ ഉടൻ തന്നെ സുഖ്ബീറിന് ഒപ്പമുണ്ടായിരുന്നവർ കീഴ്പ്പെടുത്തി. പ്രവേശന കവാടത്തിന്റെ ചുവരിലാണ് വെടിയുണ്ടകൾ പതിച്ചതെന്നും ആർക്കും പരിക്കില്ല എന്നുമാണ് പോലീസ് അറിയിക്കുന്നത്. വെടിയുതിർത്തയാളിൽ നിന്നും തോക്ക് പിടിച്ചുവാങ്ങാൻ മറ്റൊരാൾ കുതിക്കുന്നതും വീഡിയോകളിൽ കാണിക്കുന്നുണ്ട്. അകാലിദൾ നേതാവിന് സമീപമുള്ള ക്ഷേത്ര ഭാരവാഹികൾ പെട്ടെന്ന് പ്രതികരിക്കുകയും വെടിയുതിർത്തയാളെ കീഴടക്കുകയും ചെയ്യുന്നത് വീഡിയോയിൽ ദൃശ്യമാണ്. നരേൻ സിംഗ് ചൌര എന്നയാളെയാണ് സ്ഥലത്തുണ്ടായിരുന്നവർ പിടികൂടി പോലീസിന് കൈമാറിയിട്ടുള്ളത്. ബുധനാഴ്ച രാവിലെയാണ് സംഭവം നടന്നത്. 1984 പാകിസ്ഥാനിലേക്ക് കടന്ന നരേൻ ചൌര പഞ്ചാബിലേക്ക് വൻതോതിൽ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കടത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചയാളാണ്. പാകിസ്ഥാനിൽ ഗറില്ല യുദ്ധത്തെയും രാജ്യദ്രോഹ സാഹിത്യത്തെയും കുറിച്ച് ചൌര ഒരു പുസ്തകം രചിച്ചതായും റിപ്പോർട്ടുണ്ട്. ബുറേൽ ജയിൽ ചാടിയ കേസിൽ ഇയാൾ പ്രതിയാണ്. നേരത്തെ പഞ്ചാബിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. സുവർണക്ഷേത്രം അടക്കമുള്ള ഗുരുദ്വാരകളിലെ അടുക്കളയും ശുചിമുറികളും വൃത്തിയാക്കണമെന്ന സിഖുകാരുടെ പരമോന്നത സംഘടനയായ അകാൽ തഖ്ത് വിധിച്ച ശിക്ഷ ഏറ്റുവാങ്ങാൻ എത്തിയതായിരുന്നു സുഖ്ബീർ സിംഗ് ബാദൽ. 2007-2017 കാലത്തെ അകാലിദൾ ഭരണത്തിലുണ്ടായ സർക്കാരിന്റെയും പാർട്ടിയുടെയും മതപരമായ തെറ്റുകളെ മുൻനിർത്തിയാണ് ബാദലിന് അകാൽ തഖ്ത് ഈ ശിക്ഷ വിധിച്ചിട്ടുള്ളത്. സിഖ് മത നിയമപ്രകാരം തെറ്റുകാരനാണ് എന്ന് വിധിച്ചതിന് പിന്നാലെ സുഖ്ബീർ സിംഗ് ബാദൽ ശിരോമണി അകാലിദൾ അധ്യക്ഷ സ്ഥാനം രാജിവച്ചിരുന്നു. ശിക്ഷയുടെ ഭാഗമായി അമൃത്സറിലെ സുവർണക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിന് മുന്നിൽ വീൽചെയറിൽ കുന്തവും പിടിച്ച് കാവലിരിക്കുന്ന ബാദലിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഇന്നലെ പുറത്തുവന്നിട്ടുണ്ട്. സുവർണക്ഷേത്രം അടക്കമുള്ള ഗുരുദ്വാരകളിലെ അടുക്കളയും ശുചിമുറിയും വൃത്തിയാക്കുക, കയ്യിൽ കുന്തവുമായി 2 ദിവസം കാവൽ നിൽക്കുക, കഴുത്തിൽ പ്ലക്കാർഡ് ധരിക്കുക, 1 മണിക്കൂർ കീർത്തനങ്ങൾ ആലപിക്കുക തുടങ്ങിയ ശിക്ഷകളാണ് അകാൽ തഖ്ത് ബാദലിന് നൽകിയിട്ടുള്ളത്. കൂടാതെ ബാദലിന്റെ പിതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന പ്രകാശ് സിംഗ് ബാദലിന് സിഖ് സമൂഹത്തിന്റെ അഭിമാനം എന്ന നിലയിൽ നൽകിയ ഫഖർ ഇക്വാം എന്ന ബഹുമതി എടുത്തുകളഞ്ഞു. ബാദലിന് അകാലിദൾ മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നവർക്കും അകാൽ തഖ്ത് ശിക്ഷ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച 12 മണി മുതൽ 1 മണി വരെ ശുചിമുറികൾ വൃത്തിയാക്കാനായിരുന്നു ഇവർക്കുള്ള ശിക്ഷാ നടപടി. ബാദലിന്റെ ഭാര്യ സഹോദരനും അകാലിദൾ നേതാവുമായിരുന്ന ബിക്രം സിംഗ് മജിത്യയ്ക്ക് സുവർണക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ കഴുകി വൃത്തിയാക്കണം എന്ന ശിക്ഷയും അകാൽ തഖ്ത് വിധിച്ചിരുന്നു. പാകിസ്ഥാനിൽ ഗറില്ല യുദ്ധത്തെയും രാജ്യദ്രോഹ സാഹിത്യത്തെയും കുറിച്ച് ചൌര എഴുതിയ പുസ്തകം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ബുറേൽ ജയിൽ ചാടിയ കേസിൽ ഇയാൾ പ്രതിയായിരുന്നു. നേരത്തെ പഞ്ചാബിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. 2004 സെൻസേഷണൽ ബുറേൽ ജയിൽ ബ്രേക്ക് കേസിൽ മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി ബിയാൻ സിംഗിന്റെ ഘാതകരുൾപ്പെടെ 4 തടവുകാരാണ് 94 അടി തുരങ്കം തുറന്ന് രക്ഷപ്പെട്ടത്. സിഖുകാരുടെ പരമോന്നത താൽക്കാലിക സംഘടനയായ അകാൽ തഖ്തിന്റെ ഉത്തരവനുസരിച്ച് മുൻ പഞ്ചാബ് ഉപമുഖ്യമന്ത്രിയും Z+ സംരക്ഷകനുമായി സുവർണക്ഷേത്രത്തിൽ കാവൽ ഡ്യൂട്ടി ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് വെടിവെപ്പ് സംഭവം ഉണ്ടായത്. 2007 മുതൽ 2017 വരെ പഞ്ചാബിലെ ശിരോമണി അകാലിദൾ ഗവൺമെന്റ് നടത്തിയ അബദ്ധങ്ങൾ കണക്കിലെടുത്താണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതിൽ കോട്ടക്പൂരിലെ ക്രൂരതകളും പോലീസ് വെടിവെപ്പും ഉൾപ്പെടുന്നുണ്ട്. മലയാളി വാർത്ത ഇൻസൈഡ്.